Hey guys, welcome back to another video. ഇന്നത്തെ വീഡിയോ ഒരു വണ്ടി പോളിഷ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ. അത് നമ്മുടെ വണ്ടി കുളിച്ച് കുട്ടപ്പനായി കിടപ്പുണ്ട്. അപ്പോൾ ഈ വണ്ടിയിൽ കുറച്ച് മാർക്കുകളും സ്ക്രാച്ചസും ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഒന്ന് പോകാനായിട്ട് നമുക്ക് വണ്ടി ഒന്ന് പോളിഷ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വണ്ടി എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ തന്നെ പോളിഷ് ചെയ്യാമെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ വണ്ടി പോളിഷ് ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന 3Mൻ്റെ പ്രീമിയം ലിക്വിഡ് വാക്സ് ആണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 500 രൂപയാണ് ഇതിൻ്റെ വില. ഞാനിത് വാങ്ങിച്ചിട്ട് കുറച്ച് നാളായി. അപ്പോൾ ഈ 3Mൻ്റെ പ്രീമിയം ലിക്വിഡ് വാക്സും പിന്നെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു മൈക്രോ ഫൈബർ ക്ലോത്തുമാണ്. അപ്പോൾ അത് വെച്ചിട്ട് എങ്ങനെ ഈസി ആയിട്ട് നമുക്ക് വണ്ടി ഷൈനിങ് റീസ്റ്റോർ ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് ഒരു 4-4.5 വർഷമായി. അപ്പോൾ ഇനി നമുക്കൊന്ന് ജസ്റ്റ് പോളിഷ് ചെയ്യാം. 4-4.5 വർഷമായല്ലോ. പിന്നെ നമുക്ക് ഈ വണ്ടി ഒന്ന് പോളിഷ് ചെയ്ത് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് നമ്മൾ വണ്ടി നന്നായിട്ടൊന്ന് കഴുകുക. നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. നല്ല ഫസ്റ്റ് നമ്മൾ വണ്ടി നന്നായിട്ടൊന്ന് കഴുകുക കേട്ടോ. വണ്ടി നന്നായിട്ട് കഴുകി നല്ല വൃത്തി മെനക്കാക്കി ഇടുക. അതിന് ശേഷം വേണം നമുക്ക് പോളിഷ് ചെയ്യാൻ കേട്ടോ. വണ്ടി ഇപ്പോൾ ഞാൻ നല്ല കഴുകി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. ഇനി പോളിഷ് ചെയ്താൽ മാത്രം മതി. പോളിഷ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ ലിക്വിഡ് വാക്സ് ഇങ്ങനെ ഡ്രോപ്പായിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം അത് ഒരു സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്ത് എല്ലായിടത്തും പിടിപ്പിക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ഒരു വഴി. നമ്മൾ വണ്ടിയുടെ ഈ എല്ലാ സർഫസിലും ഇതുപോലെ തേച്ച് പിടിപ്പിക്കുക കേട്ടോ. നന്നായിട്ട് ഒരു സർക്കുലർ മോഷനിൽ തേച്ച് പിടിപ്പിക്കുക. എല്ലായിടത്തും കവറായി കഴിഞ്ഞിട്ട് നമ്മളൊരു 10 to 15 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യുക. 5 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് ഇതിനെ ബഫ് ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ പ്രൊസീജിയർ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഫുള്ള് ഞാൻ ലിക്വിഡ് വാക്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ആക്ച്വലി നമ്മുടെ ഒരു ബഫിങ് മെഷീൻ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. കുറച്ചും കൂടെ ഈവനായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ച് സർക്കുലർ മോഷനിൽ നല്ല എല്ലാ പോർഷനും കവർ ചെയ്യുന്ന രീതിക്ക് മെഷീൻ മേക്സ് ഇറ്റ് ഈസിയർ. അപ്പോൾ എന്നാലും ഇവിടെ അത്യാവശ്യം നല്ലപോലെ എല്ലാ പോർഷനും അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈ ആകും. അപ്പോൾ ഇത് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഡ്രൈ ആകുമ്പോൾ നമ്മൾ ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ബഫ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ലിക്വിഡ് വാക്സ് ഈ 500 റുപ്പീസിന് ഏകദേശം 2 തവണ നമുക്ക് യൂസ് ചെയ്യാനുള്ള അത്രയും ലിക്വിഡ് ഉണ്ടാകും കേട്ടോ. 2 തവണ യൂസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് വണ്ടി ഒരു ഹാച്ച് ബാക്ക് 2 തവണ കവർ ചെയ്യാൻ പറ്റും അത് വെച്ചിട്ട്. അപ്പോൾ ഞാനിത് ഇനി ബഫ് ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് ഞാൻ വീഡിയോ ഇത് ബഫ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കിനി വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ ഗൈസ് ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഈ ക്ലോത്ത് വെച്ച് ഇങ്ങനെ ബഫ് ചെയ്ത് പോകും തോറും അതിൻ്റെ ഷൈനിങ് അടിപൊളിയായിട്ട് വന്നുകൊണ്ടിരിക്കും കേട്ടോ. ഇത് കണ്ടോ, ഒരു സർക്കുലർ മോഷനിൽ ഇത് ബഫ് ചെയ്ത് കളയുക. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളിങ്ങനെ ഒരു ലിക്വിഡ് വാക്സ് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിയുമ്പോൾ ഇത് കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ ഇതാക്കുമ്പോഴേ ഇത് പോരാൻ തുടങ്ങും. ഇതിങ്ങനെ ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് ബഫ് ചെയ്ത് എടുക്കാൻ പറ്റും കണ്ടോ. അത് ഡ്രൈ ആയി പോകുന്നുണ്ടോ, വെക്കുമ്പോഴേ ഡ്രൈ ആയി പോകും. ഈ ഒരു കണ്ടീഷനിലാണ് നമ്മൾ ബഫ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ബഫ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് യൂസ് ചെയ്യുക. അപ്പോൾ നല്ല നീറ്റായിട്ട് അത് ബഫ് ചെയ്ത് പോരാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സർക്കുലർ മോഷനിൽ നമ്മളിത് ബഫ് ചെയ്തെടുക്കുക കേട്ടോ. നിങ്ങൾക്ക് നോക്കുമ്പോൾ കാണാം ക്ലീനായി വരുന്നുണ്ട്. ഇത് വളരെ സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് കേട്ടോ. സ്ലോ ആയിട്ട് ബഫ് ചെയ്തെടുക്കണം. സ്ലോ ആയിട്ട് ബഫ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. വളരെ സ്ലോ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ മാറ്റി കൊടുക്കണം. ഒരു സൈഡ് മാറ്റി കൊടുക്കണം. അപ്പോൾ നമ്മൾ സ്ലോ ആയിട്ട് ചെയ്യുന്നതും നല്ല ഷൈനിങ് ആയിട്ട് വന്നോളും. ഇതേ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ പോളിഷിങ് കഴിച്ച് സുന്ദര കുട്ടപ്പനായി കേട്ടോ. ഇത് അത്യാവശ്യം ഇന്ന് മൂടി ക്ലൈമറ്റാണ്. അതാണ് ഇത് ശരിക്കും എടുത്തറിയാൻ പറ്റാത്തത്.
എന്നാലും നല്ല രീതിക്ക് പോളിഷ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 3Mൻ്റെ ലിക്വിഡ് വാക്സ് പോളിഷാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത്. ഇത് പേര് പോലെ തന്നെ ഇതൊരു ലിക്വിഡ് വാക്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് മറ്റേ സ്ക്രാച്ച് റിമൂവിങ് പ്രോപ്പർട്ടി ഒന്നും ഇല്ല കേട്ടോ. സ്ക്രാച്ച് റിമൂവിങ്ങിനൊന്നും വേണ്ടി ഈ സാധനം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ വണ്ടി പോളിഷ് ചെയ്യാനും അതിൻ്റെ ഷൈനിങ് നിലനിർത്താനും 3Mൻ്റെ വാക്സ് ലിക്വിഡ് പോളിഷ് ബെസ്റ്റാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രോഡക്റ്റ് സ്ക്രാച്ച് റിമൂവിങ്ങിനുള്ളതല്ല, പക്ഷെ ലൈറ്റായിട്ടുള്ള ചെറിയ മൈനർ ലൈറ്റ് സ്ക്രാച്ചസൊക്കെ ഇതിൽ കുറേ കവറായി പോകും. ഐ മീൻ വളരെ ലൈറ്റായിട്ടുള്ള സ്ക്രാച്ചസ് കവറായി പോകും, അത്രയേ ഉള്ളൂ. അല്ലാതെ സ്ക്രാച്ച് റിമൂവിങ് ആയിട്ടുള്ള സാധനമൊന്നുമല്ല. അപ്പോൾ എന്നാലും കൊള്ളാം, വണ്ടിയുടെ ഷൈനിങ് നിലനിർത്താൻ നല്ലതാണ്. അപ്പോൾ ഈ വണ്ടി ഏകദേശം 4.5 വർഷമായിട്ടോ. വേറെ പെയിൻറ്റിങ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടൊന്നുമില്ല, വേറെ പോളിഷൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ഈ 3Mൻ്റെ ലിക്വിഡ് പോളിഷ് ഈ കാലഘട്ടം മൊത്തം ഈ വണ്ടിക്ക് 3Mൻ്റെ വാക്സ് പോളിഷാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഇത്ര നാളായിട്ട് അതിൻ്റെ ഷൈനിങ് പ്രിസർവ് ചെയ്തിട്ടുണ്ട്. വേറെ കോട്ടിങ് ഒന്നും ചെയ്തിട്ടില്ല, ജസ്റ്റ് ടെഫ്ലോൺ കോട്ടിങ് ഉണ്ടായിരുന്നു, അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല. സെറാമിക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. അത്യാവശ്യം ഗ്ലോസിനെസ്സും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട് ഇപ്പോഴും. അതിൻ്റെ പ്ലാസ്റ്റിക് പാർട്ടിൻ്റെ ഗ്ലോസി ബ്ലാക്ക് അത് കുറച്ച് പോയിട്ടുണ്ട്, ഫെയ്ഡായിട്ടുണ്ട്. അതല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. 3Mൻ്റെ പോളിഷ് നമുക്ക് മറ്റേ പെയിൻറ്റ് പാർട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്, പ്ലാസ്റ്റിക് ഫൈബർ പാർട്ടിലൊന്നുമല്ല. അപ്പോൾ എന്നാലും അത്യാവശ്യം നല്ല ഗ്ലോസിനെസ് കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നുണ്ട് ഇത്രയും യൂസിൽ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ ഫ്രം ദിസ് വീഡിയോ. ടേക്ക് കെയർ.